നമസ്കാരം. പ്രധാന വാർത്തകൾ. കേരള എക്സ്പ്രസിന് ഒറ്റപ്പാലത്ത് അനുവദിച്ച സ്റ്റോപ്പ് നിർത്തിയേക്കുമെന്ന് സൂചന. ഡിസംബറിന് ശേഷമുള്ള ടിക്കറ്റ് റിസർവേഷൻ റെയിൽവേ നിർത്തിവെച്ചു. ചെർപ്പളശ്ശേരി ടൗണിൽ കടകളിൽ വ്യാപകമായി കവർച്ചയും കവർച്ചാശ്രമവും. EMS റോഡിലെ കടകളിലാണ് കവർച്ച നടന്നത്. മോഷ്ടാക്കൾക്ക് താവളമാക്കാൻ നിരവധി ഒഴിഞ്ഞ കെട്ടിടങ്ങൾ. 1991 സാമ്പത്തിക പരിഷ്കാരങ്ങൾ ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങൾക്ക് ഗുണം ചെയ്തെന്ന് VT ബൽറാം MLA. ഒറ്റപ്പാലത്ത് കുടിവെള്ളം മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് കൌൺസിലർമാർ രംഗത്ത്. 5 കൌൺസിലർമാർ വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തി പ്രതിഷേധിച്ചു. ആധുനിക കാലഘട്ടത്തിലും സ്ത്രീകൾ ഒട്ടേറെ വെല്ലുവിളികൾ അഭിമുഖീകരിക്കുന്നുണ്ടെന്ന് CP മുഹമ്മദ് MLA. പെരിന്തൽമണ്ണയിൽ ഇനി രഞ്ജി ക്രിക്കറ്റ് മത്സരങ്ങളും. ഈ സീസണിൽ കേരളത്തിന് അനുവദിച്ച മുഴുവൻ മത്സരങ്ങളും പെരിന്തൽമണ്ണയിൽ നടക്കും. ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലെ അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾ തുടങ്ങി. വാർത്തകൾ വിശദമായി. തിരുവനന്തപുരം ന്യൂഡൽഹി കേരള എക്സ്പ്രസിന് ഒറ്റപ്പാലത്ത് അനുവദിച്ച സ്റ്റോപ്പ് നിർത്താൻ സാധ്യത. 6 മാസത്തേക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ അനുവദിച്ച സ്റ്റോപ്പ് സ്ഥിരമാക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. ട്രെയിനിന് അനുവദിക്കുന്ന റിസർവേഷൻ സൗകര്യം നിർത്തിയതോടെയാണ് സ്റ്റോപ്പ് നിർത്താനുള്ള നീക്കം യാത്രക്കാരും നാട്ടുകാരും അറിയുന്നത്. ജൂൺ 15 മുതൽ 6 മാസത്തേക്കാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ട്രെയിനിന് സ്റ്റോപ്പ് അനുവദിച്ചിരുന്നത്. എന്നാൽ ഡിസംബറോടെ കാലാവധി പൂർത്തിയാകും. ട്രെയിനിന്റെ സ്റ്റോപ്പ് നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് റെയിൽ ഒറ്റപ്പാലം റിവ്യൂ കമ്മിറ്റി അധികൃതർക്ക് നിവേദനം നൽകിയിട്ടുമുണ്ട്. അതേസമയം ട്രെയിനിന് പരീക്ഷണാടിസ്ഥാനത്തിലാണ് സ്റ്റോപ്പ് അനുവദിച്ചിട്ടുള്ളതെന്ന് MP രാജേഷ് MP പറഞ്ഞു. സ്റ്റോപ്പ് നിലനിർത്താൻ ആവശ്യമായ നടപടികൾ എടുക്കുമെന്നും അദ്ദേഹം ഒറ്റപ്പാലത്ത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഇത് അനുവദിച്ചുകൊണ്ടുള്ള കത്തിൽ പറയുന്നുണ്ട് താൽക്കാലികമാണ്. നേരത്തെ നമ്മൾ തുടക്കത്തിൽ ഞാൻ MP ആയോടനെ ആവശ്യപ്പെട്ട സമയത്ത് അവർ പറഞ്ഞ ടിക്കറ്റിന്റെ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അനുവദിക്കാത്തത്. ഒരു ഇടവേളയ്ക്ക് ശേഷം ചെർപ്പശ്ശേരി ടൗണിൽ വീണ്ടും മോഷണം. EMS റോഡിലെ 3 കടകളിലാണ് ചൊവ്വാഴ്ച രാത്രി മോഷണം നടന്നത്. പോലീസിന്റെ രാത്രികാല പട്രോളിംഗ് ശക്തമാക്കണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെടുന്നു. ചെർപ്പുളശ്ശേരിയിലെ EMS റോഡിലെ 3 കടകളിലാണ് ചൊവ്വാഴ്ച രാത്രി മോഷണം നടന്നത്. ചെർപ്പുളശ്ശേരി കച്ചേരിക്കുന്ന് ആഷിഖിന്റെ ഉടമസ്ഥതയിലുള്ള താജ് പെർഫ്യൂംസ്, ഹംസയുടെ ഉടമസ്ഥതയിലുള്ള പെയിന്റ് ആൻഡ് പെയിന്റ് ഹാർഡ്വെയർ ഷോപ്പ്, ജാസ്മിൻ ട്രേഡേഴ്സ് എന്നീ കടകളിലാണ് മോഷണം. പെയിന്റ് ആൻഡ് പെയിന്റ്സ് എന്ന ഹാർഡ്വെയർ കടയിൽ നിന്നും പണം നഷ്ടപ്പെട്ടുവെന്ന് കടയുടമ പറയുന്നു. മറ്റു 2 കടകളുടെയും പൂട്ടുകുത്തി തുറന്ന് ഷട്ടറുകൾ പകുതിയോളം പൊക്കിയ നിലയിലാണ് കാണപ്പെട്ടത്. നിരവധി കടകളാണ് EMS റോഡിലുള്ളത്. ഇതുവഴിയുള്ള സ്ട്രീറ്റ് ലൈറ്റുകൾ പലതും കത്തുന്നുമില്ല. സ്ട്രീറ്റ് ലൈറ്റ് പുനഃസ്ഥാപിക്കണമെന്നും പോലീസിന്റെ രാത്രികാല പെട്രോളിംഗ് ശക്തമാക്കണമെന്നും വ്യാപാരികൾ ആവശ്യപ്പെടുന്നു. ഇന്നലെ പതിവ് പോലെ കട കൂട്ടി പോയതാണ്. പിന്നെ ഇന്നലത്തെ കളക്ഷന് വീട്ടിലേക്ക് കൊണ്ടുപോയിരുന്നില്ല. അതാണ് ഇന്നലെ മോഷണം പോയത്. 3 ഷട്ടറുകളിൽ ഒരു ഷട്ടർ പൊക്കിയാണ് മോഷണം നടന്നിരിക്കുന്നത്. ഇവിടെ ഈ റോഡിൽ ഒരൊറ്റ സ്ട്രീറ്റ് ലൈറ്റ് പോലും ഈ റോഡിൽ സ്ഥാപിച്ചിട്ടില്ല. ഇത്രയും കടകളും മാർക്കറ്റിലേക്കും ഉള്ള വഴിയാണ്. പിന്നെ ഇവിടെ ഇതിന് മുമ്പും മോഷണ ശ്രമം ഉണ്ടായിട്ടുണ്ട്. അവിടുന്ന് വേറെ കടയിൽ നിന്ന് ഇതിന് മുമ്പ് സാധനങ്ങൾ പോയിട്ടുണ്ട്. പോലീസ് പെട്രോളിംഗ് ശക്തമാക്കണം. ചെർപ്പുളശ്ശേരിയിൽ മോഷണം നടന്ന സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും രാത്രികാല പെട്രോളിംഗ് കൂടുതൽ ശക്തമാക്കുമെന്നും ചെർപ്പുളശ്ശേരി സബ് ഇൻസ്പെക്ടർ EV ജയപ്രകാശ് ഡെൻസിറ്റി ന്യൂസിനോട് പറഞ്ഞു. ചെർപ്പളശ്ശേരിയിൽ ചൊവ്വാഴ്ച രാത്രി മോഷണം നടന്ന കടകൾ സ്ഥിതി ചെയ്യുന്നത് ബസ് സ്റ്റാൻഡിനരികിൽ. ബസ് സ്റ്റാൻഡിന് പുറകുവശം സാമൂഹ്യ വിരുദ്ധരുടെ വിഹാര കേന്ദ്രമാകുന്നുവെന്ന് ഡെൻസിറ്റി ന്യൂസ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നുവെങ്കിലും അധികൃതരുടെ ഭാഗത്തുനിന്നും ഒരു നടപടിയും ഉണ്ടായിരുന്നില്ല. ചെർപ്പുളശ്ശേരിയിലെ ബസ് സ്റ്റാൻഡിന് പുറകുവശത്തെ സ്വകാര്യ കെട്ടിടത്തിൽ മദ്യപാനവും അനാശാസ്യവും നടക്കുന്നുവെന്നും ഇവിടെ സാമൂഹ്യ വിരുദ്ധർ അഴിഞ്ഞാടുകയാണെന്നും ആഗസ്റ്റ് 30 ഡെൻസിറ്റി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ കെട്ടിടത്തിനരികിലാണ് ചൊവ്വാഴ്ച മോഷണം നടന്ന കടകൾ സ്ഥിതി ചെയ്യുന്നത്. ആഗസ്റ്റ് 30 ആ റിപ്പോർട്ടിന്റെ പ്രസക്ത ഭാഗങ്ങളിലേക്ക്. ഇത് പൂരം കഴിഞ്ഞ പൂരപ്പറമ്പല്ല. ചെർപ്പുളശ്ശേരി ബസ് സ്റ്റാൻഡിന് പുറകുവശത്തെ സ്വകാര്യ കെട്ടിടമാണ്. മദ്യപാനികളുടെ സ്ഥിരം കേന്ദ്രമാണിതെന്ന് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. മദ്യക്കുപ്പികളും ഡിസ്പോസിബിൾ ഗ്ലാസുകളും മിനറൽ വാട്ടറിന്റെ കുപ്പികളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇവിടെ. ചെർപ്പുളശ്ശേരി ബീവറേജസ് കോർപ്പറേഷനിൽ നിന്നും 50 മീറ്ററിനുള്ളിൽ ഇതുപോലൊരു സ്ഥലമുള്ളത് മദ്യപാനികൾക്ക് ഏറെ സൗകര്യമാണ്. അനാശാസ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്നതിന് വ്യക്തമായ തെളിവുകളും ഞങ്ങൾ കണ്ടു. ക്രമസമാധാന പാലനത്തിനായി നാഴികയ്ക്ക് 40 വട്ടം പെട്രോളിംഗ് നടത്തി. നിയമലംഘനമാണെങ്കിലും ഹെൽമറ്റ് വയ്ക്കാതെ ഇരുചക്രയാത്രക്കാരെയും യൂണിഫോം ഇടാത്ത ടാക്സി ഡ്രൈവർമാർക്കുമെതിരെ പിഴ ചുമത്തുന്നവർ ചെർപ്പുളശ്ശേരി ബസ് സ്റ്റാൻഡിന് പുറകുവശത്തെ ഈ കാഴ്ച കാണാതിരിക്കുന്നതിലാണ് ഏറെ അത്ഭുതകരം.
എന്നാൽ ഇതിനുശേഷവും അധികൃതരുടെ ഭാഗത്തുനിന്നും ഒരു പ്രതികരണവുമില്ലായിരുന്നു. ആരുണ്ട് ഇവിടെ ചോദിക്കാനെന്ന ഭാവത്തിൽ സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടം തുടർന്നുകൊണ്ടിരുന്നു. മോഷണം നടത്തുന്നതിന് മുൻപും മോഷണത്തിനിടെ ആരെങ്കിലും വരുന്നുണ്ടെന്ന സംശയം തോന്നിയാലും മോഷ്ടാക്കൾക്ക് മറഞ്ഞിരിക്കാൻ പറ്റിയ സ്വൈര്യ കേന്ദ്രമാണ് ഈ കെട്ടിടം. 2 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ 2 കൊലപാതകങ്ങൾ നടന്ന വേളയിൽ കെട്ടിടം അടച്ചുറപ്പാക്കാൻ നടപടിയെടുക്കുമെന്ന് അന്നത്തെ സർക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞിരുന്നുവെങ്കിലും നടപടി ഉണ്ടായില്ല. ഈ ഭാഗത്ത് സ്ട്രീറ്റ് ലൈറ്റുകളില്ലാത്തതും സാമൂഹ്യ വിരുദ്ധർക്ക് അനുഗ്രഹമാകുന്നു. ചെറിയ മോഷണങ്ങൾ ഒരു താക്കീതാകുമ്പോൾ അധികൃതർ ഉണർന്നു പ്രവർത്തിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ പ്രദേശത്തുകാർ. കുടിവെള്ള വിതരണം മുടങ്ങിയതിനെ തുടർന്ന് കൌൺസിലർമാർ പ്രതിഷേധവുമായി വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തി. ഒറ്റപ്പാലം നഗരസഭയിലെ 5 കൌൺസിലർമാരാണ് വാട്ടർ അതോറിറ്റി ഓഫീസിൽ പ്രതിഷേധവുമായി എത്തിയത്. ഈസ്റ്റ് ഒറ്റപ്പാലം, പൂളക്കുന്ന്, കോലോത്തുകുന്ന്, SRK നഗർ പ്രദേശങ്ങളിൽ 15 ദിവസത്തോളമായി കുടിവെള്ള വിതരണം നിലച്ചിരിക്കുകയാണ്. വാട്ടർ അതോറിറ്റിയുടെ മോട്ടോർ തകരാറിലായതാണ് പ്രശ്നത്തിന് കാരണമായെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറഞ്ഞു. രാവിലെ 12 മണിയോടെ വാട്ടർ അതോറിറ്റിയിലെത്തിയ കൌൺസിലർമാർ കുടിവെള്ള വിതരണത്തിന് തീരുമാനമുണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടു. മോട്ടോർ തകരാർ പരിഹരിച്ച് ഉടൻ മോട്ടോർ സ്ഥാപിക്കുമെന്നും AXC അറിയിച്ചു. പുതിയ മോട്ടോർ സ്ഥാപിക്കുന്നതുവരെ ഈ പ്രദേശങ്ങളിലേക്ക് നിശ്ചിത ദിവസങ്ങളിൽ കുടിവെള്ള വിതരണം നടത്തണമെന്ന ആവശ്യവും കൌൺസിലർമാർ ഉന്നയിച്ചു. ഇത് പരിഹരിക്കാമെന്ന ഉറപ്പ് ലഭിച്ചാണ് കൌൺസിലർമാർ പ്രതിഷേധം അവസാനിപ്പിച്ചത്. കൌൺസിലർമാരായ PMA ജലീൽ, ഷെറീന സുലീഫ്, ഫാത്തിമ സുഹ്റ, അനിത, ഷൌക്കത്ത് എന്നിവരാണ് പ്രതിഷേധവുമായി എത്തിയത്. മറ്റെല്ലാ മേഖലയേക്കാൾ പരിഗണന ബധിരമുഖ വിദ്യാലയങ്ങൾക്ക് നൽകുമെന്ന് MP രാജേഷ് MP പറഞ്ഞു. ഒറ്റപ്പാലം സർക്കാർ ബധിര വിദ്യാലയത്തിലെ ഹയർ സെക്കൻഡറി കെട്ടിട ശിലാസ്ഥാപനവും ബധിരദിനാചരണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്കൂളിലെ ക്ലാസ് മുറികളുടെയും ഹോസ്റ്റലുകളുടെയും കുറവ് പരിഹരിക്കാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. MLA വഴി അനുവദിച്ച 2 കോടിയോളം രൂപയുടെ കെട്ടിടം സാങ്കേതിക തടസ്സങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നതിനാൽ കെട്ടിടത്തിന്റെ കുറവ് നികത്താൻ താൽക്കാലികമായി ലബോറട്ടറി കെട്ടിടം ഉപയോഗിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. യഥാർത്ഥത്തിൽ കൂടുതൽ തുക അനുവദിക്കാൻ കഴിയുമെങ്കിൽ അനുവദിക്കേണ്ടതാണ്. ഇപ്പോൾ ഇത്ര അനുവദിക്കാനേ മാർഗമുള്ളൂ. ഇവിടെ കുറെ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. വരും വർഷങ്ങളിൽ ആ കാര്യങ്ങളും പരിഗണിക്കും തീർച്ചയായിട്ടും. ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ P. പാറുക്കുട്ടി അധ്യക്ഷയായി. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എക്സ്പോയുടെ ഉദ്ഘാടനം വൈസ് ചെയർമാൻ S. സെൽവൻ നിർവഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുജാത ശിവൻ, കൌൺസിലർ ബാബു, പ്രിൻസിപ്പൽ സുജാത ജോർജ്, PTA പ്രസിഡന്റ് M. ഹംസ എന്നിവർ സംസാരിച്ചു. 1991 സാമ്പത്തിക പരിഷ്കരണങ്ങൾ ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്തുൾപ്പെടെ സമസ്ത മേഖലകളിലും ഗുണം ചെയ്തുവെന്ന് VT ബൽറാം MLA പറഞ്ഞു. വല്ലപ്പുഴ ഓർഫനേജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പഠന ക്ലാസിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു VT ബൽറാം. ഇന്ത്യയുടെ ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്തും വാർത്താവിനിമയ അടിസ്ഥാന സൗകര്യ വികസന രംഗത്തും വ്യാപകമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കാൻ കാരണം 1991 സാമ്പത്തിക പരിഷ്കരണമാണെന്ന് VT ബൽറാം MLA പറഞ്ഞു. നല്ല കാര്യമാണ്. സാമ്പത്തിക വളർച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ത്യ 1991 തുടങ്ങിയ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ഗുണഫലമാണ് ഇന്ന് ഇന്ത്യ അനുഭവിക്കുന്ന മുഴുവൻ നേട്ടങ്ങളും എന്ന് അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ പറ്റും. പലരും പറയും സാമ്പത്തിക പരിഷ്കരണങ്ങൾ കൊണ്ട് ഇന്ത്യ തകർന്നുപോയി, ഇന്ത്യയിൽ ഒരുപാട് ആഗോളവൽക്കരണം കൊണ്ട് ഒരുപാട് അപകടങ്ങളുണ്ടായി. പക്ഷേ വസ്തുതകൾ നേരെ തിരിച്ചാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഓസോൺ ദിനാചരണത്തിന്റെ ഭാഗമായിട്ടാണ് വല്ലപ്പുഴ ഓർഫനേജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സയൻസ് ആൻഡ് സോഷ്യൽ സയൻസ് ക്ലബ്ബ് ചുട്ടുപൊള്ളുന്ന ഭൂഗോളവും ചോരുന്ന അന്തരീക്ഷ പാളിയും എന്ന വിഷയത്തിൽ ക്ലാസ് സംഘടിപ്പിച്ചത്. സ്കൂൾ PTA പ്രസിഡന്റ് മുത്തുട്ടി, ഹെഡ് മിസ്ട്രസ് റുഖിയ, മാനേജർ മൊയ്തുട്ടി ഹാജി, അബൂബക്കർ, സ്റ്റാഫ് സെക്രട്ടറി പത്മാദേവി, അബ്ദുൾ ജലീൽ എന്നിവർ സംസാരിച്ചു. കടവുകളിലെ സ്ഥിരമായ മണലൂറ്റ് കരിമ്പുഴയിൽ പതിവായി കുളിക്കാനിറങ്ങുന്നവരെ ഭയപ്പാടിലാക്കുന്നു. ദിവസം തോറും പുഴയുടെ ആഴം വർദ്ധിക്കുന്നതായും പരാതി ഉയരുന്നു. ഇത് ദുരന്തങ്ങൾക്കിടയാക്കുമെന്ന് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പരാതി പറയുന്നുണ്ട്. ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കരിമ്പുഴ സംരക്ഷണ സമിതി. കരിമ്പുഴ പുഴയിലെ കടവുകളിൽ നിന്ന് സ്ഥിരമായുള്ള മണലൂറ്റ് ദുരന്തങ്ങൾക്കിടയാക്കുമെന്ന് കരിമ്പുഴ പുഴ സംരക്ഷണ സമിതി മുന്നറിയിപ്പ് നൽകുന്നു. അനധികൃത മണൽവാരൽ നിയന്ത്രിക്കാൻ പോലീസ്, റവന്യൂ അധികൃതർക്ക് കഴിയാതെ വരുന്നു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിത്യവും കുളിക്കാനിറങ്ങുന്ന കടവുകളിലെ മണലൂറ്റ് തടയാൻ പ്രദേശവാസികൾ രംഗത്ത് വരണമെന്ന് പുഴ സംരക്ഷണ സമിതി പ്രസിഡന്റ് K. കോയ ഡൺ സിറ്റി ന്യൂസിനോട് പറഞ്ഞു. അല്ലാത്തപക്ഷം ഇതുകൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും. മണൽ വാരുന്നതിൽ പ്രദേശവാസികൾ കാണിക്കുന്ന നിസ്സംഗത അവസാനിപ്പിച്ച് പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നും കോയ ഡൺ സിറ്റി ന്യൂസിനോട് പറഞ്ഞു. കുളിക്കാനോ അല്ലെങ്കിൽ അവിടുന്ന് വെള്ളം മുക്കാനോ ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. 13 തോണികൾ രാത്രിയും പകലും ഭേദമില്ലാതെ അവിടെ നിന്ന് മണലെടുക്കുന്നു. 30 ലോഡാണ് ഒരു മനുഷ്യന്റെ വീട്ടിൽ നിന്ന് കയറ്റി പോകുന്നത്. ഒരു ലോഡിന് 500 രൂപ വീതം, 15,000 രൂപ ആ മനുഷ്യന് ഒരു ദിവസം യാതൊരുവിധ കൈ നനയാതെ അയാളുടെ വീട്ടിലേക്ക് വരുന്നു എന്നാണ് പറയുന്നത്. ഇതിനുള്ള ഒത്താശ ചെയ്തു കൊടുക്കുന്നത് മണൽ കൂട്ടിയിടാനുള്ള, ഈ വീട്ടിൽ മണൽ കൂട്ടിയിടാനുള്ള സൗകര്യം ഒരുക്കുന്നു. അങ്ങനെ എത്രയോ വീട്ടുകാർ ഈ പുഴയുടെ 2 വശങ്ങൾ
താമസിക്കുന്ന ഒരുപാട് ആളുകൾ ഇതൊരു ധനാഗമ മാർഗമായി കാണുന്നു. മറ്റു ചില ആളുകൾ ഇതിനെ പ്രതിരോധിക്കേണ്ട ആളുകൾ സ്വന്തം ആളുകളാണ് ഈ മണൽ മാഫിയയുടെ ആളുകൾ എന്നുള്ള ധാരണയിൽ ഇതിന് അനുകൂലിക്കുന്നു. അതുകൊണ്ടാണ് ഒരു കാര്യം വളരെ പുഴ സംരക്ഷണ സമിതിക്ക് പറയാറുണ്ട്, ഈ നിലയ്ക്ക് പോയാൽ 10 വർഷം കൊണ്ട് ഈ പുഴ എന്ന് പറയുന്ന ഒരു വളരെ മനോഹരമായി ഒഴുകിയിരുന്ന കുന്തിദേവിയുടെ കണ്ണുനീരാണെന്ന് പഴമക്കാർ വിശ്വസിച്ചിരുന്ന ഏലവും വാടാമഞ്ഞളും മലിഞ്ഞേറുന്ന വളരെയധികം ഔഷധ ജലമാണ് എന്ന് വിശ്വസിച്ചിരുന്ന ആ പുഴ ഇല്ലാതാവും എന്നതിന് യാതൊരു തർക്കവുമില്ല. അതിന്റെ ഉത്തരവാദികൾ ഈ ഭാഗത്ത് കരിമ്പുഴയിലും ചീരസ്ഥലത്തും താമസിക്കുന്ന ജനങ്ങൾ മാത്രമായിരിക്കും എന്നതിന് യാതൊരു തർക്കമില്ലാതെ അവശേഷിക്കുകയാണ്. അതിന് ഒരാളും മുന്നോട്ട് വരുന്നില്ല എന്നത് വളരെയധികം ഞങ്ങളെ സങ്കടപ്പെടുത്തുന്നു. അതിൽ നിന്ന് എന്തെങ്കിലും ഒരു മാറ്റം വരണമെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. കരിമ്പുഴ പുഴയിൽ കടവുകൾ മാത്രം കേന്ദ്രീകരിച്ച് 13ഓളം തോണികളാണ് അനധികൃത മണലൂറ്റ് നടത്തുന്നത്. ദിനം പ്രതി 30 ലോഡ് മണലുകൾ ഈ കടവിൽ നിന്നായി മാത്രം കയറ്റിപ്പോകുന്നു. ഇതുതന്നെ പുഴയുടെ ആഴത്തിലുണ്ടാക്കുന്ന വ്യത്യാസം പ്രകടമാക്കുന്നു. കടവുകളിൽ നിന്നും വാരുന്ന മണൽ കരയിലെ ചില സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളിൽ സ്വരൂപിച്ച ശേഷമാണ് വാഹനങ്ങളിൽ കയറ്റിപ്പോകുന്നത്. ഇവർക്ക് വലിയൊരു തുക ഇതുകൊണ്ട് സ്ഥലവാടകയായി സ്ഥിരം ലഭിക്കുന്നുമുണ്ട്. 1 ലോഡ് മണൽ പുഴയിൽ നിന്നും കയറ്റിയിടാൻ 1000 രൂപയോളം സ്ഥലവാടകയായി മണൽ മാഫിയകൾ നൽകുന്നുണ്ട്. മണിക്കൂറുകൾ വച്ചാണ് പുഴയുടെ ആഴത്തിന് വ്യത്യാസമുണ്ടാകുന്നത്. കടവുകളിൽ നിന്നും കൂടുതൽ നല്ല മണലുകൾ ലഭിക്കുമെന്നതാണ് മണൽ മാഫിയകളെ കടവുകളിലേക്ക് അടുപ്പിക്കുന്നത്. ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് വിമുഖതയുണ്ടാകുന്ന സാഹചര്യത്തിൽ പ്രദേശവാസികളാണ് ഇതിനെതിരെ രംഗത്ത് വരേണ്ടത്. അതിലുണ്ടാകുന്ന അനാസ്ഥ അപകടങ്ങൾക്കിടയാക്കുമെന്ന് പുഴ സംരക്ഷണ സമിതി അഭിപ്രായപ്പെടുന്നു. പാണ്ടിക്കാട് വാഹനാപകടം നടൻ തിലകന് എതിരായ കേസ് വ്യാഴാഴ്ച പെരിന്തൽമണ്ണ മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കും. ഒരു തവണ വിചാരണ വെച്ച കേസിൽ തിലകന് വേണ്ടി KT ഉമ്മർ ഹാജരാകും. നടൻ തിലകൻ സഞ്ചരിച്ചിരുന്ന കാർ ഇടിച്ചുണ്ടായ അപകടത്തിൽ 2 കുട്ടികൾ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട കേസാണ് വ്യാഴാഴ്ച പെരിന്തൽമണ്ണ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കുന്നത്. 2011 ഏപ്രിൽ 21 പാണ്ടിക്കാടാണ് കേസിന് കാരണമായ അപകടമുണ്ടായത്. സാക്ഷികൾ ഹർജി നൽകിയതിനെ തുടർന്ന് ഒരു തവണ കേസിന്റെ വാദം മാറ്റിവെച്ചിരുന്നു. 3/8/2012 പരിഗണിക്കേണ്ട കേസ് തിലകൻ രോഗകാരണങ്ങൾ ചൂണ്ടിക്കാട്ടി സത്യവാങ്മൂലം നൽകിയതിനെ തുടർന്നും മാറ്റിവെച്ചിരുന്നു. കഴിഞ്ഞ 22-നായിരുന്നു തിലകൻ മരണപ്പെട്ടത്. തിലകന്റെ അഭിഭാഷകൻ KT ഉമ്മർ കേസിനു വേണ്ടി കോടതിയിൽ ഹാജരാകും. ഇടവേള. വാർത്തകൾ തുടരുന്നു. പെരിന്തൽമണ്ണ ക്രിക്കറ്റ് സ്റ്റേഡിയം രഞ്ജി മത്സരങ്ങൾക്ക് ഒരുങ്ങുന്നു. ഈ സീസണിൽ കേരളത്തിന് അനുവദിച്ച മുഴുവൻ മത്സരങ്ങളും പെരിന്തൽമണ്ണ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത്. രഞ്ജി മത്സരങ്ങൾക്ക് മുന്നോടിയായി സ്റ്റേഡിയത്തിൽ പവലിയന്റെ നിർമ്മാണം നടന്നുവരികയാണ്. ഈ സീസണിലെ രഞ്ജിയിൽ കേരളത്തിന് BCCI അനുവദിച്ച 4 മത്സരങ്ങളും പെരിന്തൽമണ്ണ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത്. അസം, ഗോവ, ജമ്മു കശ്മീർ, ജാർഖണ്ഡ് എന്നീ ടീമുകൾക്കെതിരെയുള്ള കേരളത്തിന്റെ ഹോം മത്സരങ്ങൾക്കാണ് പെരിന്തൽമണ്ണ ക്രിക്കറ്റ് സ്റ്റേഡിയം വേദിയാവുന്നത്. നവംബർ 17 മുതൽ ഡിസംബർ 25 വരെയാണ് മത്സരങ്ങൾ. രഞ്ജി മത്സരങ്ങൾക്ക് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ പെരിന്തൽമണ്ണ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ പുരോഗമിച്ചു വരികയാണ്. കളിക്കാർക്കുള്ള ഡ്രസ്സിംഗ് റൂം, അമ്പയർമാർ, മാച്ച് റഫറി, പരിശീലകർ എന്നിവർക്കുള്ള മുറികൾ, ഡൈനിങ് ഹാൾ, സ്റ്റോർ റൂം എന്നിവ സ്ഥിരം പവലിയനിൽ ഉണ്ടാവും. KCAയ്ക്കും മലപ്പുറം ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷനുമാണ് പവലിയൻ നിർമ്മാണത്തിന്റെ ചുമതല. പുതിയ പവലിയന്റെ നിർമ്മാണം നവംബറിൽ പൂർത്തിയാകുമെന്നും രഞ്ജി ട്രോഫിയിൽ പെരിന്തൽമണ്ണയിൽ നടക്കുന്ന മത്സരങ്ങൾ മികച്ചതാക്കാനാണ് മലപ്പുറം ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷന്റെ ശ്രമമെന്നും സെക്രട്ടറി C. പ്രദീപ് കുമാർ പറഞ്ഞു. കളിക്കാർക്കുള്ള ജിംനേഷ്യവും പരിശീലനത്തിലുള്ള ഇൻഡോർ പിച്ചിലെ വെളിച്ച സംവിധാനവും രഞ്ജി മത്സരങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് പൂർത്തിയാകും. അങ്ങാടിപ്പുറം റെയിൽവേ ഗേറ്റ് പരിസരത്ത് നിന്നും സ്റ്റേഡിയത്തിലേക്കുള്ള റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കാനും ശ്രമം നടക്കുന്നുണ്ട്. രഞ്ജിക്ക് മുമ്പുള്ള പിച്ചൊരുക്കലും നടന്നുവരികയാണ്. അടുത്ത മാസം BCCI പ്രതിനിധികൾ ഗ്രൗണ്ട് പരിശോധിക്കാൻ എത്തും. ഈ സീസണിലെ രഞ്ജി മത്സരങ്ങൾക്ക് മുമ്പ് ഒട്ടേറെ പരിശീലന സന്ദർശന മത്സരങ്ങൾക്ക് പെരിന്തൽമണ്ണ ക്രിക്കറ്റ് സ്റ്റേഡിയം വേദിയായി. സീസണിലെ രഞ്ജി മത്സരങ്ങൾക്കു ശേഷം കൂടുതൽ അന്താരാഷ്ട്ര ആഭ്യന്തര മത്സരങ്ങൾക്ക് പെരിന്തൽമണ്ണ ക്രിക്കറ്റ് സ്റ്റേഡിയം വേദിയാകുമെന്ന പ്രതീക്ഷയിലാണ് ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ. പെരിന്തൽമണ്ണ EMS മെമ്മോറിയൽ ചാരിറ്റബിൾ മെഡിക്കൽ ട്രസ്റ്റിന് KN ബാലഗോപാൽ MPയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 25 ലക്ഷം രൂപ ഉപയോഗിച്ച് ലഭ്യമാക്കിയ ഡയാലിസിസ് യൂണിറ്റിന്റെ ഉദ്ഘാടനം വ്യാഴാഴ്ച നടക്കും. പെരിന്തൽമണ്ണ EMS സഹകരണ ആശുപത്രിയിൽ വൈകുന്നേരം 3 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ KN ബാലഗോപാൽ MP ഡയാലിസിസ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ആശുപത്രി അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. KN ബാലഗോപാൽ MPയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ വിനിയോഗിച്ച് 3 ഡയാലിസിസ് മെഷീനും 1 ആംബുലൻസുമാണ് പെരിന്തൽമണ്ണ EMS മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന് ലഭിച്ചിട്ടുള്ളത്. വ്യാഴാഴ്ച വൈകുന്നേരം 3 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ KN ബാലഗോപാൽ MP ഡയാലിസിസ് യൂണിറ്റിന്റെയും ആംബുലൻസിന്റെയും ഉദ്ഘാടനം നിർവഹിക്കും. പുതിയ 3 ഡയാലിസിസ് മെഷീനുകൾ കൂടി വരുന്നതോടെ പെരിന്തൽമണ്ണ EMS സഹകരണ ആശുപത്രിയിൽ ഡയാലിസിസ് ചെയ്യുന്നതിന്
10 മെഷീനുകളുടെ സൗകര്യമുണ്ടാവും. പുതിയ സൗകര്യം വരുന്നതോടെ കൂടുതൽ ഡയാലിസിസുകൾ ചെയ്യാനാവും. പ്രതിദിനം 30 ഡയാലിസിസുകളാണ് ആശുപത്രിയിൽ ചെയ്തു വരുന്നത്. സാധാരണക്കാർക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും കുറഞ്ഞ നിരക്കിലുള്ള ചികിത്സയാണ് EMS മെമ്മോറിയൽ ചാരിറ്റബിൾ മെഡിക്കൽ ട്രസ്റ്റ് ലക്ഷ്യമിടുന്നതെന്ന് സെക്രട്ടറി PP വാസുദേവൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 2002 EMS മെമ്മോറിയൽ ചാരിറ്റബിൾ മെഡിക്കൽ ട്രസ്റ്റ് ആരംഭിച്ചത്. മുൻ MP A വിജയരാഘവനാണ് ട്രസ്റ്റിന്റെ ചെയർമാൻ. EMS സഹകരണ ആശുപത്രിയിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ ആശുപത്രി ചെയർമാൻ ഡോക്ടർ M മുഹമ്മദ്, വൈസ് ചെയർമാൻ ഡോക്ടർ VU സീതി, ഡയറക്ടർ കരുണൻ, ജനറൽ മാനേജർ M അബ്ദുൽ നാസിർ എന്നിവർ പങ്കെടുത്തു. ആധുനിക കാലഘട്ടത്തിലും സ്ത്രീകൾ ഒട്ടേറെ വെല്ലുവിളികൾ അഭിമുഖീകരിക്കുന്നുണ്ടെന്ന് CP മുഹമ്മദ് MLA. കുടുംബശ്രീ പുസ്തകയാത്രയ്ക്ക് കൊപ്പത്ത് നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു MLA. ബുധനാഴ്ച രാവിലെയാണ് കുടുംബശ്രീ പുസ്തകയാത്രയ്ക്ക് കൊപ്പത്ത് സ്വീകരണം നൽകിയത്. പട്ടാമ്പി നിയോജക മണ്ഡലം തല സ്വീകരണമാണ് കൊപ്പത്ത് നടന്നത്. വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെയാണ് യാത്രയെ സ്വീകരിച്ചത്. തുടർന്ന് ജാഥാംഗങ്ങളുടെ കലാപരിപാടികളുമുണ്ടായി. കുടുംബശ്രീ 14ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി അംഗങ്ങളുടെ അനുഭവങ്ങൾ പുസ്തക രൂപത്തിലാക്കുന്നതിന്റെ ഭാഗമായാണ് പുസ്തകയാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. ആധുനിക കാലഘട്ടത്തിൽ സ്ത്രീകൾ ഒട്ടേറെ വെല്ലുവിളികൾ സ്വീകരിക്കുന്നുണ്ടെന്ന് സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് CP മുഹമ്മദ് MLA പറഞ്ഞു. അതുപോലെ വനിതാ പോലീസും കോടതിയും ഒക്കെയുള്ള സംസ്ഥാനത്ത് തങ്ങൾ അനുഭവിക്കുന്ന മർദ്ദനത്തിന്റെ ആയാലും അവഗണനയുടെ ആയാലും എല്ലാം സഹിച്ചുകൊണ്ട് അതിന് കീഴടങ്ങിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിൽ ഇന്നും കുറവല്ല. അതേസമയത്ത് തങ്ങളുടെ നേരെയുള്ള അവഗണനയ്ക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തുന്ന സ്ത്രീകളുടെ എണ്ണം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഭാരതത്തിന്റെ സഹസ്രാബ്ദങ്ങളായ ചരിത്രത്തിൽ തന്നെ ഈ രണ്ട് രീതിയിലുള്ള സ്ത്രീകളുടെ സ്വഭാവ സവിശേഷതകൾ നമുക്ക് കാണാൻ കഴിയും. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രണ്ട് ഇതിഹാസങ്ങളായ മഹാഭാരതത്തിലെയും രാമായണത്തിലെയും കഥാപാത്രങ്ങൾ ഈ രണ്ട് മനോഭാവങ്ങളുടെയും. കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ധന്യ അധ്യക്ഷത വഹിച്ചു. FIT ചെയർമാൻ CAMA കരീം മുഖ്യപ്രഭാഷണം നടത്തി. CDS ചെയർപേഴ്സൺ T നസീമ, പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V വസന്ത, ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുകുട്ടി എടത്തോൾ, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ജാഥയ്ക്ക് വൈകിട്ട് കുളപ്പുള്ളിയിലും സ്വീകരണം നൽകി. ക്ഷീരവികസന വകുപ്പ് അലനല്ലൂരിൽ സംഘടിപ്പിച്ച കന്നുകാലി പ്രദർശനം ശ്രദ്ധേയമായി. 2 ദിവസങ്ങളിലായി നടക്കുന്ന ക്ഷീരസംഗമത്തിന്റെ ഭാഗമായാണ് കന്നുകാലി പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത്. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ക്ഷീരകർഷകരുടെ 100ഓളം കന്നുകാലികൾ പ്രദർശനത്തിന് എത്തിയിരുന്നു. പ്രദർശനശാലയുടെ ഉദ്ഘാടനം CPM ഏരിയ സെന്റർ അംഗം KA സുദർശനകുമാർ നിർവഹിച്ചു. ക്ഷീര സംഗമ കമ്മിറ്റി ചെയർമാൻ രവി ചൂരക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KB ദിവ്യ, ഡോക്ടർ സിദ്ദിഖ് തുടങ്ങിയവർ സംസാരിച്ചു. ക്ഷീരസംഗമത്തിന്റെ ഭാഗമായി വ്യാഴാഴ്ച ക്ഷീരവികസന സെമിനാർ, ക്ഷീരമേഖലാ ക്യൂസ്, ക്ഷീരകർഷകരെ ആദരിക്കൽ പൊതുസമ്മേളനം എന്നിവയും നടക്കും. വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രക്ഷോഭയാത്രയ്ക്ക് ചെർപ്പളശ്ശേരിയിലും മണ്ണാർക്കാടിലും സ്വീകരണം നൽകി. ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന സ്വീകരണ സമ്മേളനത്തിൽ പാർട്ടിയുടെ ജില്ലാ സംസ്ഥാന നേതാക്കൾ സംസാരിച്ചു. ഭൂമാഫിയ, വിലക്കയറ്റം, അഴിമതി തുടങ്ങിയവയ്ക്കെതിരെ വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയുടെ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് PV വിജയരാഘവൻ നയിക്കുന്ന പ്രക്ഷോഭയാത്രയ്ക്കാണ് ചെർപ്പളശ്ശേരിയിൽ സ്വീകരണം നൽകിയത്. സംസ്ഥാന സമിതി അംഗം തെന്നിലാപുരം രാധാകൃഷ്ണൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് M സുലൈമാൻ, സെക്രട്ടറി KC നാസർ തുടങ്ങിയവർ സംസാരിച്ചു. മണ്ണാർക്കാടും പ്രക്ഷോഭയാത്രയ്ക്ക് സ്വീകരണം നൽകി. മണ്ഡലം പ്രസിഡന്റ് കുട്ടി അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി PS അബ്ദുൽ ഫൈസൽ, NN കുറുപ്പ്, M സുലൈമാൻ, മത്തായി, നാസർ, P ലുക്മാൻ, നൌഷാദ് തുടങ്ങിയവർ സംസാരിച്ചു. തൊഴിൽ സംരക്ഷണം ആവശ്യപ്പെട്ട് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പട്ടാമ്പി മേഖലാ കമ്മിറ്റി വാഹന പ്രചരണ ജാഥ നടത്തി. വിവിധ കേന്ദ്രങ്ങളിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകി. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നയങ്ങൾക്കെതിരെയും തൊഴിൽ സംരക്ഷണം ആവശ്യപ്പെട്ടുമാണ് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പട്ടാമ്പി മേഖലാ കമ്മിറ്റി വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചത്. പട്ടാമ്പിയിൽ നടന്ന സമാപന യോഗം AKPA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ജയറാം വാഴക്കുന്നം അധ്യക്ഷത വഹിച്ചു. K ഗിരീഷ്, സുഭാഷ്, P അരവിന്ദാക്ഷൻ, P സോമൻ, വിബീഷ് എന്നിവർ സംസാരിച്ചു. ഒരിടവേള കൂടി. വാർത്തകൾ തുടരുന്നു. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽസ് വർക്ക്ഷോപ്സ് കേരളയുടെ പെരിന്തൽമണ്ണ യൂണിറ്റ് അർദ്ധവാർഷിക ജനറൽ ബോഡി യോഗം ചേർന്നു. പരിപാടിയുടെ ഭാഗമായി ആരോഗ്യ ബോധവൽക്കരണവും സൗജന്യ നേത്ര പരിശോധന, തിമിര ശസ്ത്രക്രിയ ക്യാമ്പും നടന്നു. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരളയുടെ പെരിന്തൽമണ്ണ യൂണിറ്റ് സമ്മേളനം ഡോക്ടർ അബൂബക്കർ തയ്യിൽ ഉദ്ഘാടനം ചെയ്തു.
പരിപാടിയുടെ ഭാഗമായി ഡോക്ടർ അബൂബക്കർ തയ്യലിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ ബോധവൽക്കരണ പരിപാടിയും നടന്നു. ചടങ്ങിൽ സംഘടനയുടെ പ്രസിഡന്റ് എ കുഞ്ഞുകുട്ടൻ, സെക്രട്ടറി കെ പ്രേമൻ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ പ്രസിഡന്റായി ജയകൃഷ്ണനെയും സെക്രട്ടറിയായി കെ പ്രേമനെയും ട്രഷററായി മണിയെയും തെരഞ്ഞെടുത്തു. പരിപാടിയുടെ ഭാഗമായി സൗജന്യ നേത്രപരിശോധന, തിമിര ശസ്ത്രക്രിയാ ക്യാമ്പും നടന്നു. 200-ലധികം പേർ പരിപാടിയിൽ പങ്കെടുത്തു. പോസ്റ്റൽ വകുപ്പിലെ GDS ജീവനക്കാരുടെ അലവൻസ് വെട്ടിക്കുറയ്ക്കുന്നതിനെതിരെ കൂട്ടധർണ നടത്തി. NFP-യുടെ നേതൃത്വത്തിൽ ഒറ്റപ്പാലം ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുൻപിൽ നടത്തിയ ധർണ APM റഷീദ് ഉദ്ഘാടനം ചെയ്തു. അശാസ്ത്രീയമായ മാനദണ്ഡങ്ങൾ അടിച്ചേൽപ്പിച്ച് ജോലിഭാരം കുറഞ്ഞുവെന്ന കാരണം പറഞ്ഞ് GDS ജീവനക്കാരുടെ വേതനം വെട്ടിക്കുറച്ചിരിക്കുകയാണ്. 600 രൂപ മുതൽ 1400 രൂപ വരെ ഓരോ ജീവനക്കാരന്റെയും വേതനത്തിൽ കുറവ് വന്നിട്ടുണ്ടെന്ന് സമരക്കാർ ആരോപിക്കുന്നു. വെട്ടിക്കുറച്ച അലവൻസ് പുനഃസ്ഥാപിക്കുക, അർഹമായ ട്രാൻസ്ഫറുകൾ അനുവദിക്കുക, അർഹമായവർക്ക് ആശ്രിത നിയമനം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കൂട്ടധർണയും മെമ്മോറാണ്ട സമർപ്പണവും നടന്നത്. LCC കൺവീനർ BM ശശീന്ദ്രൻ അധ്യക്ഷനായി. പോസ്റ്റൽ യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് KB ജയകുമാർ, യൂണിയൻ സെക്രട്ടറി TP അബ്ദുൾ റഷീദ് എന്നിവർ സംസാരിച്ചു. താഴേക്കോട് PTM ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കാനിരിക്കുന്ന പെരിന്തൽമണ്ണ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ സ്വാഗത സംഘ രൂപീകരണ യോഗം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് സ്കൂളിൽ ചേരും. ഭാരത സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയുടെ ഓൺലൈൻ പോളിസി ഇൻഷൂയിങ് സെന്റർ ചെർപ്പളശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ചെർപ്പളശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K സുരേഷ് സെന്റർ ഉദ്ഘാടനം ചെയ്തു. യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയുടെ ചെർപ്പളശ്ശേരിയിലെ ആദ്യത്തെ ഓൺലൈൻ പോളിസി ഇഷ്യൂയിങ് സെന്ററാണ് ബുധനാഴ്ച പ്രവർത്തനം ആരംഭിച്ചത്. ചെർപ്പളശ്ശേരി ഗവൺമെന്റ് ആശുപത്രിക്ക് എതിർവശം KMK ബിൽഡിംഗിലാണ് പോളിസി ഇഷ്യൂയിങ് സെന്റർ തുറന്നത്. 4 പബ്ലിക് കമ്പനികളുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ ഇവിടെ നിന്നും ലഭ്യമാകും. മോട്ടോർ വാഹനങ്ങളുടെ ഇൻഷുറൻസ് പോളിസികൾ, ആരോഗ്യ ഇൻഷുറൻസ്, കടകളുടെ ഇൻഷുറൻസ്, ഹൗസ് ഹോൾഡ് ഇൻഷുറൻസ് എന്നിവയും ഇവിടെ നിന്നും ചെയ്തു കൊടുക്കും. നിബന്ധനകൾക്ക് വിധേയമായി അവധി ദിവസങ്ങളിലും മോട്ടോർ പോളിസികൾ പുതുക്കി നൽകുമെന്ന് സീനിയർ ഇൻഷുറൻസ് അഡ്വൈസർ ശ്രീലത പറഞ്ഞു. യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി ഡിവിഷണൽ മാനേജർ SP നാഥൻ അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന ചടങ്ങിൽ ചെർപ്പളശ്ശേരി സബ് ഇൻസ്പെക്ടർ EV ജയപ്രകാശ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് KA ഹമീദ്, വ്യാപാരി വ്യവസായി സമിതി പ്രസിഡന്റ് സുകുമാരൻ, യുണൈറ്റഡ് ഇന്ത്യ ബ്രാഞ്ച് മാനേജർ മോഹൻദാസ്, ഡെവലപ്മെന്റ് ഓഫീസർ ഹരീന്ദ്രനാഥ്, സീനിയർ ഇൻഷുറൻസ് അഡ്വൈസർ ശ്രീലത എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള എക്സ്പ്രസിന് ഒറ്റപ്പാലത്ത് അനുവദിച്ച സ്റ്റോപ്പ് നിർത്തിയേക്കുമെന്ന് സൂചന. ഡിസംബറിന് ശേഷമുള്ള ടിക്കറ്റ് റിസർവേഷൻ റെയിൽവേ നിർത്തിവച്ചു. ചെർപ്പളശ്ശേരി ടൗണിൽ കടകളിൽ വ്യാപകമായി കവർച്ചയും കവർച്ചാശ്രമവും. EMS റോഡിലെ കടകളിലാണ് കവർച്ച നടന്നത്. മോഷ്ടാക്കൾക്ക് താവളമാക്കാൻ നിരവധി ഒഴിഞ്ഞ കെട്ടിടങ്ങൾ. 1991 സാമ്പത്തിക പരിഷ്കാരങ്ങൾ ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങൾക്ക് ഗുണം ചെയ്തെന്ന് VT ബൽറാം MLA. ഒറ്റപ്പാലത്ത് കുടിവെള്ളം മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് കൌൺസിലർമാർ രംഗത്ത്. 5 കൌൺസിലർമാർ വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തി പ്രതിഷേധിച്ചു. ആധുനിക കാലഘട്ടത്തിലും സ്ത്രീകൾ ഒട്ടേറെ വെല്ലുവിളികൾ അഭിമുഖീകരിക്കുന്നുണ്ടെന്ന് CP മുഹമ്മദ് MLA. പെരിന്തൽമണ്ണയിൽ ഇനി രഞ്ജി ക്രിക്കറ്റ് മത്സരങ്ങളും. ഈ സീസണിൽ കേരളത്തിന് അനുവദിച്ച മുഴുവൻ മത്സരങ്ങളും പെരിന്തൽമണ്ണയിൽ നടക്കും. ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലെ അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾ തുടങ്ങി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.